ഭാഗമായി ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനം. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കുമെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ പാത യാഥാർത്ഥ്യമാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. നിർധന കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യമായി നൽകും. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. ബാലറ്റിൽ അഞ്ജലി നായർ എന്ന പേര് വേണം. ഹൈക്കോടതിയെ സമീപിച്ച തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥി. നിലവിൽ ഔദ്യോഗിക രേഖകളിലും വോട്ടിംഗ് യന്ത്രത്തിലും അഞ്ജലി PV എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പൊതുരംഗത്തും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും താൻ അഞ്ജലി നായർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേര് വോട്ടർമാർക്കിടയിൽ കൂടുതൽ സുപരിചിതമായതിനാൽ ഔദ്യോഗികമായി ബാലറ്റിൽ ഈ പേര് വന്നില്ലെങ്കിൽ അത് വോട്ടിംഗിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും തനിക്ക് ലഭിക്കേണ്ട വോട്ടുകളെ ബാധിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയിലും EVM-ലും അഞ്ജലി PV എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പുതിയ വിവാദ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. 1977 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഇതൊക്കെ മാറണം, മാറ്റത്തിന് B ഗോപാലകൃഷ്ണന് വോട്ട് ചെയ്യുക എന്ന സന്ദേശമാണ് ബോർഡിലുള്ളത്. നേരത്തെ ഗുരുവായൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമേ മത്സരിപ്പിക്കാറുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയ ചർച്ചയായിരുന്നു. ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ നിലപാടിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പൊന്നാനിയെ ഇളക്കിമറിച്ച തേജസ്വി. ബീഹാർ എന്നെങ്കിലും കേരളത്തെ പോലെ ആകുമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് തേജസ്വി തുറന്നു പറഞ്ഞു. കേരളം എന്നും ബീഹാറിന് മാർഗദർശനമാണ്. എല്ലാവർക്കും കേരളത്തിൽ ഒരുപോലെ വിദ്യാഭ്യാസം സാധ്യമാകുന്നു. സാമൂഹ്യ സുരക്ഷയും എല്ലാവർക്കും ലഭിക്കുന്നു. ജാതിയുടെ വിവേചനം പാടില്ല. ഒരാളെയും മാറ്റി നിർത്തരുത്. ജാതിക്കെതിരായ പോരാട്ടം കേരളത്തെ ഒരുമിച്ച് നിർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM-ന് പിന്നാലെ SDPI വോട്ട് മോഹിച്ച് നിലപാട് മാറ്റി CPI-യും. മത തീവ്രവാദികളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ BJP-ക്കെതിരെ വോട്ട് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുകയാണ്. നേമത്തടക്കം സ്ഥാനാർത്ഥികൾ പിന്തുണ ആവശ്യപ്പെട്ടെന്ന് SDPI നേതൃത്വം പരസ്യമായി പറയുമ്പോഴും അവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി അടക്കം LDF നേതാക്കൾക്കാകുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടമാണ്. രണ്ടിനെയും ഒരുപോലെ എതിർക്കണം. ഇതുവരെയുള്ള CPM-ന്റെയും CPI-യുടെയും പ്രഖ്യാപിത നിലപാട് ഇതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരായി കടുത്ത നിലപാട് സ്വീകരിച്ച ആളാണ്. KK രമയുടെ ചുമരെഴുത്തിനു മീതെ കരിയോയിൽ പ്രയോഗം. വടകര വെള്ളിക്കുളകരയിലാണ് സംഭവം. RMPI ചോമ്പോല പോലീസിൽ പരാതി നൽകി. ടൗണിലെ മതിലിന് മീതെ എഴുതിയ ചുമരെഴുത്ത് പൂർണ്ണമായും കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ നിലയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷമാണ് ഈ ഹീനകൃത്യം ചെയ്തതെന്ന് RMPI കുറ്റപ്പെടുത്തി. സഹകരണ വകുപ്പ് സോഫ്റ്റ്വെയർ കരാർ. സർക്കാർ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി. വിവാദമായ ടെൻഡർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 7 IT കമ്പനികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി മെയ് 19 വരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവിട്ടു. 700 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. ആദ്യം ടാറ്റ കൺസൾട്ടൻസിക്ക് 206 കോടി രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്ന കരാറാണ് പിന്നീട് ഉയർന്ന തുകയ്ക്ക് ദിനേശ് BD സഹകരണ സംഘത്തിന് കൈമാറാൻ നീക്കം നടന്നത്. വൈദ്യുതി സർചാർജ് ഈടാക്കില്ലെന്ന് KSEB. പകരം 2 മാസത്തിലൊരിക്കൽ ബില്ലടയ്ക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 പൈസ വീതം തിരികെ നൽകും. ഇത് അടുത്ത ബില്ലിൽ വരവ് വയ്ക്കും. മാർച്ചിലും 1 പൈസ തിരികെ നൽകിയിരുന്നു. മാസം തോറും ബില്ലടയ്ക്കുന്ന വാണിജ്യ വ്യവസായ ഉപഭോക്താക്കൾക്കും സർചാർജ് ഇല്ല. ഇവരുടെ സർചാർജ് 0-ആണ്. ഇവർക്ക് മാർച്ചിൽ യൂണിറ്റിന് 2 പൈസ വീതം തിരികെ നൽകിയിരുന്നു. ഇത്തവണയില്ല. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ CPM വാദങ്ങൾ പൊളിയുന്നു. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന V കുഞ്ഞികൃഷ്ണൻ രംഗത്ത്. രക്തസാക്ഷി ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ നേതാക്കൾ സ്വന്തം പേരിൽ സ്ഥിര നിക്ഷേപം നടത്തിയതിന്റെ ബാങ്ക് രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവിട്ട ഈ രേഖകൾ CPM-ന്റെ മുൻവാദങ്ങളെയെല്ലാം റദ്ദ് ചെയ്യുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിന് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഏപ്രിൽ 2-ാം വാരം മുൻ ദേവസ്വം അംഗം KP ശങ്കർദാസും സ്വാഭാവിക ജാമ്യത്തിന് അർഹനാകും. നിലവിൽ ശങ്കർദാസ് മാത്രമാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നത്. N വിജയകുമാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും ക്ഷേത്ര മുതലുകൾ ദുരുപയോഗം ചെയ്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.